ஒட்டிருக்காவு ஒட்டிருக்காவு பேரு இருக்கடா റിയാസിന് ചെറിയൊരു ഡാൻസ് ഉണ്ട്, അതോ ഇത് വണ്ടി കുരുങ്ങാണ്? ആളുകൾ തോളെ കയറ്റുമ്പോൾ റിയാസ് ശ്രദ്ധിച്ചോണം, ഇതേ ആളുകളെ താഴെ അല്ലേ? ഓക്കെ, എന്തായാലും അടുത്ത വ്യാഴാഴ്ച നമുക്ക് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഈ തോളി കയറ്റിയ ആളുകളൊക്കെ വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിയും. പി വി എൻവറാണ് നമ്മുടെ UDF സ്ഥാനാർത്ഥി. ചരിത്രപരമായ ഒരുപാട് ബേപ്പൂർ സുൽത്താൻ മുഹമ്മദ് ബഷീറിനെ മറന്നിട്ടൊരു ബേപ്പൂർ നമുക്കില്ല. പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ സുൽത്താന്റെ നാട്ടിൽ നിന്നുള്ള മത്സരമാണ് കാണുന്നത്. അവിടെ ആവേശം അണപൊട്ടുന്നു എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രൻ ആകാശത്തോളം ഉയർത്തി കഴിഞ്ഞു ഉക്രൈനെ. യഥാർത്ഥത്തിൽ പാറിച്ച കൊടിയുമായി അദ്ദേഹം ആവേശത്തോടെ നിൽക്കുന്ന കാഴ്ച, പരവൂരിൽ നിന്ന് VD സതീശന്റെ കാഴ്ച. അദ്ദേഹം ഫോട്ടോ എടുക്കുകയാണ് അണപൊട്ടുന്ന ആവേശത്തിൽ. എന്താണ് പെൺകുട്ടികൾ? ന്യൂജൻ അല്ലേ? മനോഹരമായ മരം, അതിന് ചുവട്ടിൽ ആയിരങ്ങളുടെ ആവേശം അണപൊട്ടുന്നു. തൃപ്പൂണിത്തുറയിൽ ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ KN ഉണ്ണികൃഷ്ണൻ വൈപ്പിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് ചേക്കേറിയ നിയമസഭാംഗം, അദ്ദേഹം അവിടെ മത്സരിക്കുന്നു LDF സ്ഥാനാർത്ഥിയായി. അവിടെ അഞ്ജലി നായർ അല്ലെ NDA സ്ഥാനാർത്ഥിയുണ്ട്. അതുപോലെ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് നാവിന്റെ തുമ്പിൽ വന്നിരിക്കുന്നു അഞ്ജലി നായർ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ദീപക് ജോയ് നാവിന്റെ തുമ്പിൽ വന്നിരിക്കുകയാണ്. ഇങ്ങോട്ട് പുറത്തോട്ട് വരണ്ടേ? അവിടെ ഈ പറഞ്ഞ പല എന്താണ് ഉയരേവെള്ള കുടിവാറട്ടെ എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ, പാറുപതാകെ മറക്കുപതാകെ മറക്കുപതാകെ ആരത് മനസ്സിലായില്ല. ആരോ എടുത്തോട്ട് പോകുന്നുണ്ട് അതുവഴി അങ്ങോട്ട്. ആളുകൾ ആവേശം പകർന്ന് അദ്ദേഹത്തെ എടുത്തു പൊക്കി കൊണ്ടുപോകുന്നു എന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താ വണ്ടിയിലിരിക്കുന്നല്ലോ അല്ലേ? നമ്മളെ ഇങ്ങനെ ഒരാളില്ലേ നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊക്കെ ആവേശം പകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ. ആർ ശ്രീലേഖ, അതുപോലെ തന്നെ കോർപ്പറേഷൻ രാജേഷ് അല്ല കൈയെടുത്ത് കാണാം. പിഷാരടി, നിങ്ങൾ എവിടെ പോയി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രമേഷ് പിഷാരടി ശോഭാ സുരേന്ദ്രനെ കാണിച്ചപ്പോൾ തന്നെ രമേഷ് പിഷാരടി നമ്മൾ അന്വേഷിച്ചിരുന്നു. അതുപോലെ VK ശ്രീകണ്ഠൻ MP അടുത്തുണ്ട്. രമേഷ് പിഷാരടി ഇങ്ങോട്ട് കൈയൊന്ന് കാണിച്ചോളൂ. ഇങ്ങോട്ട് മതി കുഴപ്പമില്ല. കൈ കാണിച്ചു മടങ്ങി. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാണ് രമേഷ് പിഷാരടി. അതേപോലെ അവിടെ LDF സ്ഥാനാർത്ഥി അവിടെ ശോഭാ അതുപോലെ അവിടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. പാലക്കാടിന്റെ മണ്ണിൽ നാവിൻ മുമ്പിൽ വന്ന അതേ കാവടിയാട്ടം. അപ്പൊ അങ്ങനെ പൊളിക്കാണ്. ജി സുധാകരൻ സംസാരിക്കുന്നു. ജി സുധാകരൻ ഇപ്പോഴും പറയുന്നത് ഒരു പ്രത്യേക ഭാഗത്തിന് വീട്ടിൽ മാത്രം കയറുന്നു. ഇന്ന് വരെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഫ്രം തൃശൂർ നല്ല താളത്തിൽ കൊട്ടുന്നു. കവിയാണ്, സാംസ്കാരിക നായകനാണ്, തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. ഇനി 15 മിനിറ്റ്സ്. ക്രെയിനിൽ കയറുമോ എന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് അറിയാം. ക്രെയിൻ അല്ല. ഓക്കെ, ജി സുധാകരന്റെ പ്രചരണ പരിപാടിയിൽ KC വേണുഗോപാലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് VK പ്രശാന്ത്, KC വേണുഗോപാൽ, അതുപോലെ VK പ്രശാന്ത് തൊട്ടടുത്ത് നമ്മുടെ M വിജയകുമാർ CPM നേതാവാണ്. അദ്ദേഹം മുൻ സ്പീക്കറും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ അധികം മത്സരിക്കുന്നത്. KC വേണുഗോപാൽ അങ്ങോട്ട് എത്താൻ പറ്റിയിരുന്നില്ല. ആൾക്കാരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കും. യഥാർത്ഥത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ ആര് വെള്ളം കുടിക്കും നമുക്കറിയില്ല. എന്തായാലും ജൻസികൾ പൊളിയാണ്. അവരിറങ്ങുന്നത് ആഞ്ഞ് നൃത്തം കളിക്കാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഒരു പ്രസംഗം നടത്തിയെന്ന് നമ്മുടെ പ്രതിനിധി അറിയിക്കുന്നു. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാല് അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പ്രവർത്തകർ പിന്നെ ചുമ്മാതെ ഇരുന്നില്ല, തോളിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചെലവാക്കാതെ കേസിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആൾക്കാർ എടുത്തു കൈമാറി എത്തിച്ചു. KC ഒന്ന് ഭയന്ന് കാണി. എന്തായാലും സ്വന്തം പ്രവർത്തകരല്ലേ ചതിക്കില്ല. നമ്മൾ ഉടുത്തത് മുണ്ടാണല്ലോ, അതുകൊണ്ട് മുണ്ടാകുമ്പോഴത്തേക്ക് ചെറിയ മാത്രമല്ല സാബുചേട്ടനോടൊക്കെ വേണ്ടാത്ത കാണിച്ചു. എന്തൊക്കെയോ ഉയർത്തി കാണിച്ചു അവിടെ. ഓക്കെ, ഇവിടെ ജി സുധാകരൻ പറയുന്നത് ഇതുവരെ LDF വിജയിപ്പിച്ചത് ഞാനാണ് എന്ന് പറയാണ് ജി സുധാകരൻ. ഇക്കുറി 50,000 വോട്ട് ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ പറയുന്നുണ്ട്. SKN ഇവിടെ അതിനിടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നുണ്ട് വോട്ട് കാര്യം. അത് യുദ്ധത്തിന്റെ കാര്യം. എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്.
never to be brought back again എന്ന് പറയുന്നു. പ്രജിൻസി കണ്ണൻ ഒരു വാർത്ത നമ്മുടെ ഡെസ്കിൽ നിന്ന് അറിയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പോസ്റ്റാണ്, എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്. ബി ഗോപാൽ ഡാൻസ് ആണത്. ഡാൻസ് ആണോ ഫ്ലക്സ്? ബി ഗോപാൽ തന്നെയാണത്, ഫ്ലക്സ് അല്ല. ബി ഗോപാലകൃഷ്ണൻ പറയട്ടെ, എന്റെ വിദ്യാർത്ഥിയാണ്, ഡാൻസ് കളിക്കും, അതിനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു, ഹാഷ്മി ബി കെയർഫുൾ. അദ്ദേഹം പറയുന്നത്, എ ഹോൾ സിവിലൈസേഷൻ വിൽ ഡൈ ടുനൈറ്റ്, never to be brought back again. I don't want that to happen, but it probably will. However, now that we have complete and total regime change, where different, smarter and less radicalized minds prevail. അദ്ദേഹം പറയുന്നത് ഒരു സംസ്കാരം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. എനിക്കത് ആഗ്രഹമില്ല, ഇറാനെ തുടച്ചു നീക്കും എന്ന് പറയാണ്. ഇതൊക്കെ മനുഷ്യവിരുദ്ധമാണ്, ഇത് ലോക നീതികൾക്കെതിരാണ്, ലോക യുദ്ധ ക്രൈമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോട്ടെ, നമ്മുടെ കാര്യമൊന്നുമില്ല, നമ്മൾ അതൊക്കെ ഓർത്ത് ഇനി ടെൻഷനായിട്ട് കാര്യമില്ല. പി ബാലചന്ദ്രനും ആലങ്കോട് ലീലാകൃഷ്ണനും ശിക്ഷ കൂടിയ പി ബാലചന്ദ്രൻ കളിക്കാൻ അവിടെ ചെറിയ നൃത്തച്ചൂട്. ബാലചന്ദ്രനും എന്റെ ശിഷ്യനാണ്, മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും ശിഷ്യന്മാരെല്ലാം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെ ഡാൻസിലേക്ക്. ആലങ്കോട് നന്നായിട്ട് കവിത പാടും, മനോഹരമായിട്ട് കവിത പാടും, കവിത എഴുതും. അപ്പൊ ഇപ്പം വി.ഡി. സതീശൻ പതാക ഉയർത്തി കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആവേശബലത്തിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കൊട്ടിക്കലാശത്തിന് തിരിച്ചടി വീഴാൻ ഇനി 12 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 5 മണി 48 മിനിറ്റ് ആയി കഴിഞ്ഞു. ഡാൻസ് കളിക്കാൻ വേണ്ട, ഡാൻസ് ആണ്, നടക്കട്ടെ. വി ഗോപാലകൃഷ്ണൻ വളരെ സ്മാർട്ടായ വിദ്യാർത്ഥിയായിരുന്നു, കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാണ്, NDA സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ നാവ് ചിലപ്പോ ഒക്കെ പിഴയ്ക്കാറുണ്ട്, ഞങ്ങൾ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാം. അതിന്റെ ആംബിയൻസ് ഒന്ന് നാട്ടുകാരെ കേൾപ്പിക്കൂ. ഒരു PCR പ്രൊഡ്യൂസർ സനു, സൗണ്ട് അപ്പ്. നായുടെ വായി കോരിട്ടോടുത്തിട്ടല്ല, മൗനമായിട്ടൊന്നല്ല. ഓക്കെ, ശിങ്കാരി മേളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് ശിങ്കാരി മേളം നമ്മുടെ ആത്മാവിൽ നിറയും. ആ ശിങ്കാരി മേളമാണ്. അല്പനേരം കേട്ടോട്ടില്ലേ? സൈലന്റ്. പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രൻ 2 മൈക്ക്, ഒരു മൈക്കിൽ തികയാതെ വന്നാലോന്ന് വിചാരിച്ച് 2 മൈക്ക്. എനിക്ക് തോന്നുന്നു പിണറായി കിട്ടുന്ന മൈക്കിൽ ഓഫായി പോകുന്ന മൈക്ക്, അതുപോലെ ഏതെങ്കിലും ഒരു മൈക്ക് കൂടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും പാലക്കാട് ജനാവലിയെ ഇപ്പോൾ രാജൻ ജി പല്ലന്റെ ഡാൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. തൊട്ട് പിന്നിൽ ഒരു മനുഷ്യന്റെ ഡാൻസ് ഉണ്ട്, അത് അത്ര സുഖകരമല്ല. പക്ഷേ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ രാജൻ ജെ പല്ലൻ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നല്ല നൃത്തം പകരുവാൻ വേണ്ടി അദ്ദേഹം രംഗത്തുണ്ട്. അദ്ദേഹം ശിങ്കാരി മേളം ആസ്വദിക്കുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. കുന്നത്തൂരെ കൊട്ടിക്കലാശ LDF സ്ഥാനാർത്ഥി PV ശ്രീധരൻ ഇല്ല. എന്താ കാരണം അറിഞ്ഞൂടാ. PV ശ്രീധരൻ കുട്ടികളെ എത്തിയിട്ടില്ല. എന്താ കാരണം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.